അവർക്കും എഡ്യൂസ്പാർക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്. അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ്. ടെറ്റ് ഇല്ലാതെ പ്രമോഷൻ ഇല്ല, തുടരാനുമാകില്ല, 2 വർഷത്തിനകം പാസ്സാകണം. 1,00,000 അധ്യാപകർ പ്രതിസന്ധിയിൽ. അപ്പോൾ നമ്മൾ ടെറ്റ് എക്സാം പാസ്സായവരായിരിക്കും ഇപ്പോൾ അധ്യാപക ജോലിയിലുണ്ടാവുക. ചിലവർ ടെറ്റ് അല്ലെങ്കിൽ സെറ്റ്, നെറ്റ് ഇതെല്ലാം ക്വാളിഫൈഡ്, ഇതിലേതെങ്കിലും ഒന്ന് ക്വാളിഫൈഡ് ആയവർക്ക് അധ്യാപക ജോലിയിൽ തുടരാനാകുമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നിർബന്ധമായിട്ട് സുപ്രീം കോടതി പറഞ്ഞത്, നിർബന്ധമായിട്ട് ടെറ്റ് പാസ്സായിരിക്കണം. പ്രമോഷൻ കിട്ടണമെങ്കിലും ടെറ്റ് 3, ഇപ്പോൾ UPയിൽ നിന്നും ഹൈസ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ടെറ്റ് കാറ്റഗറി 3 പാസ്സായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അധ്യാപന ജോലിക്ക് ടെറ്റ് നിർബന്ധമാക്കി സുപ്രീം കോടതി. ടെറ്റില്ലാത്തവർ സർവീസിൽ വേണ്ട. 5 വർഷത്തിൽ കുറവ് സർവീസുള്ളവർക്ക് ഇളവ്. ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ തർക്കം വിശാല ബെഞ്ചിന്. എന്താണ് 5 വർഷത്തിൽ കുറവ് സർവീസുള്ളവർക്ക് എന്ന് ഉദ്ദേശിച്ചാൽ റിട്ടയർ ആവാൻ ഇനി 5 വർഷം കൂടി ഉള്ളവർക്ക് അവർക്ക് ഇത് ബാധകമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നിട്ടുള്ള ഉപദേശം, സുപ്രീം കോടതിയുടെ ഉപദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. വിധി പ്രഖ്യാപിച്ച തീയതി സെപ്റ്റംബർ 1, 2025. പാലിക്കേണ്ട സമയം സെപ്റ്റംബർ 1, 2027 ആകുമ്പോഴേക്കും നമ്മുടെ ടീച്ചേഴ്സ് എന്തായാലും ടെറ്റ് 2 or 3 അല്ലെങ്കിൽ ടെറ്റ് 1, LP സ്കൂളിലെ ടീച്ചറാണെങ്കിൽ ടെറ്റ് കാറ്റഗറി 1 പാസ്സായിരിക്കണം. UP സ്കൂളിലെ ടീച്ചർമാരാണെങ്കിൽ കാറ്റഗറി 2 പാസ്സായിരിക്കണം. ഹൈസ്കൂളിലെ ടീച്ചേഴ്സാണെങ്കിൽ കാറ്റഗറി 3 പാസ്സായിരിക്കണം. ഇനി നമുക്ക് പ്രമോഷൻ, അപ്പോൾ 2027 സെപ്റ്റംബർ 1 ആകുമ്പോഴേക്കും അധ്യാപകരെല്ലാവരും ടെറ്റ് 1 ഓർ കാറ്റഗറി 1, 2, 3 ഇതിലേതെങ്കിലും പാസ്സായിരിക്കണം. പിന്നെ പ്രമോഷൻസ് വേണ്ടവർ, ഇപ്പോൾ UP സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് പ്രമോഷൻസ് വേണ്ട കാറ്റഗറി 3യും പാസ്സായിരിക്കണം. അപ്പോൾ സേവന കാലാവധി 5 വർഷമോ അതിലധികമോ ബാക്കിയുള്ള അധ്യാപകർക്ക് നിങ്ങളുടെ വിഭാഗം തിരിച്ചറിയുക. വിരമിക്കാൻ 5 വർഷത്തിൽ താഴെ മാത്രം ബാക്കിയുള്ളവർ 1/9/2025 പ്രകാരം ടെറ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വിരമിക്കുന്നത് വരെ സർവീസിൽ തുടരാം. എന്നാൽ ടെറ്റ് നിർബന്ധമായ തസ്തികകളിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതല്ല. അപ്പോൾ ടെറ്റ് നിർബന്ധമായിട്ടുള്ള തസ്തികകളിലേക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്ഥാനക്കയറ്റം ലഭിക്കുന്നതല്ല. വിരമിക്കാൻ 5 വർഷമോ അതിലധികമോ ബാക്കിയുള്ളവർ 1/9/2025 പ്രകാരം 2 വർഷത്തിനകം 1/9/2027 മുമ്പ് നിങ്ങൾ ടെറ്റ് പാസ്സാകണം. പരാജയപ്പെട്ടാൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം നിർബന്ധിത വിരമിക്കൽ നേരിടേണ്ടി വരും. നിർബന്ധമായിട്ട് വിരമിക്കൽ നേരിടേണ്ടി വരുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സ്ഥാനക്കയറ്റങ്ങളെക്കുറിച്ച് ടെറ്റ് നിർബന്ധമായ ഏതെങ്കിലും തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കണമെങ്കിൽ ടെറ്റ് പാസ്സായിരിക്കണം. എന്തായാലും സ്ഥാനക്കയറ്റം വേണമെങ്കിൽ ടെറ്റ് പാസ്സായിരിക്കണം. നിങ്ങൾക്ക് ഉയർന്ന യോഗ്യതകളായ നെറ്റ്, സെറ്റ്, MEd, PhD മുതലായവ ഉണ്ടെങ്കിൽ പോലും ഇത് നിർബന്ധമാണ്. അപ്പോൾ നെറ്റും സെറ്റും MEdഉം PhD ഒക്കെ ഉള്ളവരാണെങ്കിലും ടെറ്റ് നിർബന്ധമാണ്. പുതിയ നിയമനങ്ങളെക്കുറിച്ച്, പുതിയ അധ്യാപകർക്ക് നിയമന സമയത്ത് തന്നെ ടെറ്റ് ഓർ CTET യോഗ്യത നിർബന്ധമാണ്. ഇനി പുതിയ വരുന്ന അധ്യാപകർക്ക് ടെറ്റ് എന്തായാലും നിർബന്ധമാക്കുമെന്നാണ് പറയുന്നത്. ആദ്യം നിയമനം നൽകിയ ശേഷം പിന്നീട് ടെറ്റ് നേടിയാൽ മതി എന്ന രീതി ഇനി അനുവദനീയമല്ല. ഇനി എന്തായാലും ടെറ്റ് ഉറപ്പാക്കണം. ഉയർന്ന യോഗ്യതകളെക്കുറിച്ചുള്ള വ്യക്തത. നെറ്റ്, സെറ്റ്, MEd, PhD, MPhil തുടങ്ങിയ ബിരുദങ്ങൾ ടെറ്റിന് പകരമാവില്ല. ടെറ്റ് എന്നത് കുട്ടികളുടെ മനഃശാസ്ത്രത്തിലും അധ്യാപന ശേഷിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രൊഫഷണൽ യോഗ്യതാ പരീക്ഷയാണ്. ഇത് അക്കാദമിക് ബിരുദങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മുടെ പെഡഗോജിയൊക്കെ വ്യത്യസ്തമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അധ്യാപകർക്കുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ. നിങ്ങളുടെ വിരമിക്കൽ തീയതി പരിശോധിച്ച് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. 5 വർഷമോ അതിലധികമോ സർവീസ് ബാക്കിയുണ്ടെങ്കിൽ അടുത്ത കേട്ടറ്റ് സൈക്കിളിനായി രജിസ്റ്റർ ചെയ്യുക. കേരള പരീക്ഷാഭവൻ SCERT അറിയിപ്പുകൾ പരിശോധിക്കുക. 2 വർഷത്തെ സമയപരിധിക്ക് മുമ്പ് ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ശ്രമത്തിൽ തന്നെ ടെറ്റ് പാസ്സാകാൻ ശ്രമിക്കുക. 5 വർഷത്തിൽ താഴെ സർവീസ് ബാക്കിയുണ്ടെങ്കിൽ സർവീസിൽ തുടരുക. പക്ഷേ നിങ്ങൾക്ക് ഇതിനകം ടെറ്റ് യോഗ്യതയില്ലെങ്കിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കരുത്. സ്കൂളുകൾ പ്രധാന അധ്യാപകർക്ക് മാനേജർമാർക്കുമുള്ള നിർദ്ദേശങ്ങൾ. സ്കൂളുകൾ പ്രധാന അധ്യാപകർ HMനും അതുപോലെ മാനേജർമാർക്കുള്ള നിർദ്ദേശങ്ങളാണ്. 5 വർഷത്തിൽ താഴെയും 5 വർഷമോ അധികവും സർവീസ് ബാക്കിയുള്ള അധ്യാപകരെ തരംതിരിക്കുന്നതിനായി സർവീസ് ബുക്ക് പരിശോധിക്കുക.
എല്ലാ സ്ഥാനക്കയറ്റ നിയമന നടപടികളും കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. 2027 സെപ്റ്റംബറിന് മുമ്പ് അധ്യാപകർക്ക് ടെറ്റ് പരിശീലനത്തിനും പരീക്ഷാ അവസരങ്ങൾക്കും സൗകര്യമൊരുക്കുക. സ്കൂൾ അധ്യാപകർക്ക് ക്ലാസുകൾ 1 മുതൽ 8 ഇനി മുതൽ ടെറ്റ് ഒരു നിർബന്ധിത മിനിമം യോഗ്യതയാണ്. ഉയർന്ന അക്കാദമിക് യോഗ്യതകൾ ആർക്കും ഇതിൽ നിന്ന് ഒഴിവാകുന്നില്ല. 5 വർഷത്തിലധികം സർവീസ് ബാക്കിയുള്ള അധ്യാപകർ 2027ഓടെ ടെറ്റ് പാസ്സാകണം. അല്ലാത്ത പക്ഷം നിർബന്ധിത വിരമിക്കൽ നേരിടേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ടെറ്റ് 1 കാറ്റഗറി 1, 2, 3 ഇതിലേതെങ്കിലും പാസ്സായിരിക്കണം. LPയിലെ ടീച്ചർമാരാണെങ്കിൽ കാറ്റഗറി 1 പാസ്സായിരിക്കണം. UPയിലുള്ള ടീച്ചർമാരാണെങ്കിൽ 2 പാസ്സായിരിക്കണം. പിന്നെ ടെറ്റ് 3 കാറ്റഗറി 3 ഹൈസ്കൂളിലെ ടീച്ചർമാർ പാസ്സായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും മാറ്റം വരുമെന്ന് നമുക്കറിയില്ല. എന്നാലും ടെറ്റ് ഇല്ലാത്തവർ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങേണ്ടതാണ്. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ടും ടെറ്റ് ഉള്ളതായിരിക്കും നല്ലത്. താങ്ക് യു.